നമസ്കാരം. നിവേദ്യം ടെമ്പിൾ സോഫ്റ്റ്വെയറിൽ നമുക്കൊരു ലോഗിൻ പേജ് ഉണ്ടാവും. അപ്പോൾ ലോഗിൻ പേജിൽ നമുക്ക് അഡ്മിൻ ലോഗിൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുപോലെ യൂസർ ലോഗിൻ ഇതൊക്കെ നമുക്ക് പ്രൊവിഷൻ ഉണ്ട് പ്രൊവൈഡ് ചെയ്യാനുള്ളത്. ആ ലോഗിൻ ഡീറ്റെയിൽസ് കൊടുത്ത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വരുന്നത് ഒരു ഡാഷ്ബോർഡാണ്. ഈ ഡാഷ്ബോർഡിൽ നമുക്ക് വരുന്നത് ഡെയിലി റെസിപ്റ്റ് സമ്മറി, മന്ത്ലി റെസിപ്റ്റ് സമ്മറി, അങ്ങനെ കുറച്ച് ഇൻഫർമേഷൻസാണ്. ഈ ലെഫ്റ്റ് സൈഡ് നമ്മുടെ മെയിൻ ഇഡോളിൻ്റെ ഫോട്ടോസോ അല്ലെങ്കിൽ ടെമ്പിളിൻ്റെ ഫോട്ടോയോ നമുക്കിവിടെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇവിടെ കാണിക്കുന്ന ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മന്ത്ലിയുള്ള ഇൻകം എക്സ്പെൻസിനെയും ബേസ് ചെയ്തിട്ടാണ്. ഇവിടെ ടുമാറോസ് ഓഫറിംഗ് റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിലവിൽ നമ്മൾ ടെമ്പിളിൽ വഴിപാടുകൾ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ട്, അതായത് നാളത്തേക്ക് എന്തൊക്കെ വഴിപാടുകളാണ് ബുക്ക് ചെയ്തിട്ടുള്ളതെന്ന് ഇന്ന് തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി പ്രിൻറ്റ് ചെയ്ത് കൊടുക്കാൻ കഴിയും. അതായത് നാളത്തെ ബുക്കിംഗ് ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ പോലെ വന്ന് കിടക്കും. അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ അത് പ്രിൻറ്റ് ചെയ്ത് പോറ്റിക്കോ അല്ലെങ്കിൽ അവിടെ റിപ്പോർട്ട് എടുക്കണമെങ്കിൽ അതിനുള്ള പ്രൊവിഷനും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മെയിൻ ഓപ്ഷൻ വരുന്നത് ലെഫ്റ്റ് സൈഡ് 3 ആരോ കാണും, 3 ലൈൻസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ 3 മെയിനായിട്ടുള്ള ഫങ്ഷണാലിറ്റീസ് വരുന്നത്. ഇപ്പോൾ ഇതിൽ മാസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷനിൽ പ്രതിഷ്ഠയുണ്ട്, വഴിപാടുണ്ട്. ഈ പ്രതിഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ പ്രതിഷ്ഠകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥലം. ഇവിടെ മലയാളത്തിൽ ഇംഗ്ലീഷിനും കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് മംഗ്ലീഷും സപ്പോർട്ട് ആവുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ കുറച്ച് ഇഡോൾസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഇഡോൾസ് കൊടുത്തിട്ടുണ്ട്. അത് ആഡ് ചെയ്ത് കഴിയുക, അതിന് എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്, അത് സേവ് ചെയ്യാനുള്ള, അതായത് അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മാസ്റ്ററിനകത്ത് വഴിപാടെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വഴിപാട് ഓപ്ഷനിൽ നമുക്ക് ഓരോ വഴിപാടുകളും ഓരോ പ്രതിഷ്ഠ കണ്ടറിൽ നമുക്ക് ഇവിടെ സേവ് ചെയ്ത് വയ്ക്കാം. ഗണപതി കണ്ടറിൽ വരുന്ന വഴിപാടുകൾ ഇവിടെ കൊടുക്കാം. അത് മലയാളത്തിലും ഇംഗ്ലീഷും സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് റേറ്റ് കൊടുക്കാം. ഇവിടെ ഒരു നോർമൽ റേറ്റും ടൂറിസ്റ്റ് റേറ്റും ഉണ്ട്. ഇപ്പോൾ ചില അമ്പലങ്ങളിൽ ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരുണ്ട്, അതായത് വിദേശികളോ അങ്ങനെയൊക്കെ ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർക്ക് ചില സെപ്പറേറ്റ് റേറ്റ് ഉണ്ട് വഴിപാടുകൾക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊവിഷൻ വച്ചേക്കുന്നത്. എല്ലാ അമ്പലങ്ങളിലും അങ്ങനെയല്ല. നോർമൽ റേറ്റ് കൊടുക്കുക, നമുക്കിവിടെ സേവ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. വഴിപാട് കോഡ് കൊടുക്കണമെങ്കിൽ കോഡ് കൊടുക്കാം. ഇപ്പോൾ ഓരോ നിലവിൽ ആഡ് ചെയ്തിരിക്കുന്ന വഴിപാട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഓരോ സീരിയൽ നമ്പറിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എഡിറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ജസ്റ്റ് ആഡ് ചെയ്യുക, എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നെങ്കിൽ ചേഞ്ച് വരുത്തിയതിനു ശേഷം നമുക്കിവിടെ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ ഒരു വഴിപാടിൻ്റെ ഒരു മൊത്തത്തിലുള്ള വഴിപാട് ലിസ്റ്റുകൾ ഇവിടെ നിന്ന് പ്രിൻ്റ് എടുക്കാനുള്ള പ്രൊവിഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രിൻറ്റിങ് പ്രൊവിഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇഡോൾസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വഴിപാടുകൾ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. അതിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വരുന്നത് ഇതിനകത്ത് വഴിപാട് റെസിപ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അതായത് ഡെവോട്ടീസ് വരുമ്പോൾ വഴിപാട് ചെയ്യുന്ന ഓപ്ഷൻ. അപ്പോൾ അതിന് വേണ്ടത് വഴിപാട് റെസിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഇവിടെ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വഴിപാടുകളുടെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് എന്താണെന്നുള്ളത് സെർച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ARC, അതായത് ഞാൻ ഇംഗ്ലീഷും മലയാളം കൊടുത്തതുകൊണ്ടാണ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. ഗണപതി ഹോമം GANA എന്ന് അടിക്കുമ്പോൾ തന്നെ ഗണപതി ഹോമം നമുക്കിവിടെ വരും. അപ്പോൾ ഇത് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കുറച്ച് കണ്ടന്റ് കൊടുത്തുകൊണ്ടാണ് നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ വിളക്ക്, എള്ളുതിരി ഞാനത് കൊടുക്കുകയാണ്. അപ്പോൾ എള്ളുതിരി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രാക്കറ്റിൽ അതിൻ്റെ ഇഡോളും കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഈ ബ്രാക്കറ്റിൽ കാണുന്നത് നമ്മുടെ നമുക്കിവിടെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ വഴിപാട് റെസിപ്റ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ലിസ്റ്റ് ചെയ്യും. ജസ്റ്റ് കൊടുക്കുക, എന്താണ് പേരെന്ന് കൊടുക്കുക. ഇപ്പോൾ പേര് നമുക്കിവിടെ മംഗ്ലീഷ് കീബോർഡ് എനേബിൾ ആയിരുന്നാൽ മംഗ്ലീഷും ടൈപ്പ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ നക്ഷത്രം സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നോർമലി ഒരു പ്രിൻ്റ് ഔട്ടിലേക്കായിരിക്കും പോവുക. ഇത് A6 ഫോർമാറ്റാണ്. A6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു A4 ഷീറ്റിൻ്റെ 4/1 സൈസ്. അതായത് എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് 4ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സൈസ് ഉണ്ട്. അതിനെയാണ് A6 എന്ന് പറയുന്നത്. ഞാൻ ഇതിൻ്റെ ഒരു സൈസും ജസ്റ്റ് സെറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു ഫോമാറ്റ് നമുക്ക് പ്രിൻറ്റ് വരും. ഇതിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് തന്നെ ഫുള്ള് പ്രിൻറ്റ് കൊടുക്കുന്നതാണ്. ഈ ഡിസൈനിൽ തന്നെ നമുക്ക് പ്രിൻ്റ് ഔട്ട് വിടാം. അതല്ലാണ്ട് നമുക്ക് ഈ പ്രീ പ്രിൻ്റ് ആയിട്ട് സ്റ്റേഷനറി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോമാറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ കാണാനാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ 3 ഇഞ്ചിൻ്റെ പ്രിൻ്ററിൽ നമുക്ക് വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്കിവിടെ പ്രിൻ്ററിൻ്റെ ഓപ്ഷൻ ഉണ്ട്, എഡിറ്റ് ചെയ്യുക. A6 ആണോ എന്താണ് നമ്മുടെ ഓപ്ഷൻ എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ തെർമൽ V2 ഇങ്ങനെ കുറച്ച് ഫോമാറ്റുകൾ പ്രീ പ്രിൻ്റഡ് സ്റ്റേഷനറി തെർമൽ V2 എന്ന് പറഞ്ഞ ഫോമാറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്ന സാധനം, ഇപ്പോൾ ഒന്നുകൂടെ ഞാൻ പ്രിൻ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊരു പ്രിൻ്ററിൻ്റെ തെർമൽ പ്രിൻ്റിൻ്റെ ഫോമാറ്റിലോട്ടായിരിക്കും വരിക.
തെർമൽ രസീതിൻ്റെ ഫോമാറ്റിലേക്ക് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ ഡിഫറെൻറ്റ് ബിൽ ഫോമാറ്റ്സുകൾ അവൈലബിൾ ആണ്. ഇനി ഇവിടെ പേര് ഇപ്പോൾ നമ്മൾ കൊടുത്ത് വെറുതെ കാഷ്വലായിട്ട് ഒരാൾ വരുന്ന സമയത്ത് ജസ്റ്റ് ഒരു പേര് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. നമുക്ക് സ്ഥിരമായിട്ട് വരുന്ന ഡെവോട്ടീസിൻ്റെ പേര് വേണമെങ്കിൽ ഇവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാം. വൺസ് വന്നു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുമ്പോൾ ഒരു ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള പ്രൊവിഷൻ അവൈലബിൾ ആണ്. അതിന് ഈ കോർണർ സൈഡിലൊരു ഐക്കൺ ഉണ്ട്. അതിൽ വാക്ക് ഇൻ ഡെവോട്ടിയാണ് ഇപ്പോൾ കിടക്കുന്നത്. റെഗുലർ ഡെവോട്ടി മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പേര് സെലക്ട് ചെയ്യുന്ന ഒരു പ്രൊവിഷൻ ആയിരിക്കും വരിക. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പ്ലസ് ചെയ്ത് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഡെവോട്ടി കൊടുക്കാം, ഫോൺ നമ്പർ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആവും. അതിനുശേഷം അടുത്ത തവണ വരുന്ന സമയത്ത് നമുക്ക് ഫോൺ നമ്പർ എന്തെങ്കിലും വെച്ച് സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ പേര് അവിടെ അവൈലബിൾ ആണ്. ഇപ്പം ഞാൻ എൻ്റെ ഈ ഒരു കിരൺ എന്ന് പറയുന്ന ഫോൺ നമ്പർ പേരിൽ ഈ ഒരു ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കുമ്പോൾ തന്നെ എൻ്റെ സജഷൻ വരും. ഓട്ടോമാറ്റിക് നക്ഷത്രം അവിടെ സെലക്ട് ആയി വന്നു, ചതയം എന്ന് പറഞ്ഞ നക്ഷത്രം അവിടെ സെലക്ട് ആയി വന്നു. അതിനുശേഷം നമുക്കിവിടെ ബില്ല് ചെയ്യാം. അതുപോലെ തന്നെ ഈ പേജിൽ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡ് നമുക്ക് കുറച്ച് ഓപ്ഷൻസ്. നക്ഷത്ര പൂജ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഈ നക്ഷത്ര പൂജ എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോൾ ഒരു ഡെവോട്ടി വന്നിട്ട് ഇപ്പോൾ എൻ്റെ ജന്മനക്ഷത്രം എക്സാമ്പിൾ ഞാനിപ്പോൾ കിരൺ കൊടുക്കുകയാണ്, ചതയമാണെന്ന് വിചാരിക്കുക. എനിക്കൊരു 12 ചതയ നക്ഷത്രത്തിലേക്ക് പൂജ ബുക്ക് ചെയ്യണം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കാലണ്ടറിൽ പോയിട്ട് ഈ 12 എണ്ണവും മാനുവലി നോക്കണം, അത് ഏത് ഡേറ്റിലാണ് വരുന്നത് എന്നുള്ള ഇൻഫർമേഷൻ നമുക്ക് എടുക്കണം. ഇതിൽ നമുക്കിവിടെ 12 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഈ 12 ഡേറ്റും അവൈലബിൾ ആണ്. എന്നിട്ട് എന്താണ് ഓഫറിംഗ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റുകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഫില്ലായി വരും. ഫില്ലായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് സേവ് ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ തെർമൽ പ്രിൻ്ററിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത്രയും സെപ്പറേറ്റ് ആയിട്ട് വരുന്നത്. ഇതിപ്പോൾ ഞാൻ നമ്മുടെ നോർമൽ A6 ചെയ്ത് കാണിച്ചില്ല. ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്തിട്ട് അപ്പം ഞങ്ങൾക്ക് ഈ പ്രിൻ്റർ നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. തെർമൽ എന്ന് പറയുമ്പോൾ നമുക്ക് കട്ടാണ്, അത് അത്രയും പ്രിൻ്ററായിട്ട് വരും. അത് നമുക്ക് അത്രയും ലെങ്തിൽ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു റോള് പോലെ ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്ത് വിടുന്നത്. അത് നമുക്ക് തൽക്കാലം നമ്മുടെ നോർമൽ A6 തന്നെ നമുക്ക് ചെയ്യാം. ചെയ്ത് കഴിഞ്ഞിട്ട് ആ സെയിം പ്രിൻ്റ് തന്നെ ഞാനിപ്പോൾ റിപ്പോർട്ട് നമ്മൾ ബില്ല് എന്തായാലും അടിച്ചു, അത് റിപ്പോർട്ടിൽ പോയിട്ട് ആ ബിൽഡ് റിപ്പോർട്ട്സിൽ പോയിട്ട് ഞാനിപ്പോൾ സേവ് അടിച്ച ഈ പ്രിൻ്റ് ഇപ്പോൾ ഇതാണ് DV63 എന്ന് പറയുന്നതാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തൊന്ന് പ്രിൻ്റ് എടുക്കാൻ ശ്രമിക്കുകയാണ്. ഇതിൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൽ തീയതി വരുന്നുണ്ട്, അതായത് ഏതാണ് പ്രതിഷ്ഠ എന്ന് വരുന്നുണ്ട്, എന്താണ് വഴിപാടെന്ന് വരുന്നുണ്ട്, തീയതി ഏതൊക്കെയാണ്. അതായത് നക്ഷത്ര പൂജ ഞാൻ 12 വട്ടമാണ് കൊടുത്തേക്കുന്നത്. ആ 12 ഡേറ്റ് ഇപ്പോൾ ഫസ്റ്റ് 2 രസീതായിട്ടാണ് വന്നേക്കുന്നത്. ആദ്യത്തേൽ 6 അടുത്തതിൽ 6 അത് ഓട്ടോമാറ്റിക്കലി അത് തന്നെ അറേഞ്ച് ആയിക്കോളും. ഇനിയിപ്പോൾ ഇതിൽ കൂടുതൽ കണ്ടന്റ് ഉണ്ടെങ്കിൽ അതും അത് ഓട്ടോമാറ്റിക്കലി അറേഞ്ച് ആയി തന്നെ വന്നോളും. അതുപോലെ തന്നെ നമുക്ക് വഴിപാട് റെസിപ്റ്റിൻ്റെ പേജിൽ ഇതിപ്പോൾ നക്ഷത്ര പൂജയുടെ കാര്യമാണ് ഞാൻ കാണിച്ചിരുന്നത്. അതുപോലെ ഡെയിലി പൂജയുണ്ട്. ഇപ്പോൾ ഒരാൾ വരുന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് 41 ദിവസം മണ്ഡലകാല ചിറപ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുത്ത് ഒരു ഓഫറിങ് ഇപ്പോൾ 1-ാം തീയതി മുതൽ എനിക്കൊരു 19-ാം തീയതി ഒരു പൂജ ബുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ പേരോ കാര്യങ്ങളോ. ഇതിപ്പോൾ ഞാൻ റെഗുലർ മോഡ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് ഈ നെയിം ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടി വരിക. വാക്ക് ഇൻ മോഡാണെങ്കിൽ നെയിം ജസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഓട്ടോമാറ്റിക് എത്ര ഡേയ്സിന് അവിടെ വന്നു, എന്താണ് വഴിപാടെന്നുള്ള സെലക്ട് ചെയ്യുന്നു, സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആ പേര് കാര്യങ്ങളൊക്കെ ആ ഡേറ്റ് 2/2/3/2/4/2 എന്ന ഡേറ്റ് ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അതുപോലെ തന്നെ ചില വഴിപാടുകൾ ഇപ്പോൾ ഒരു വഴിപാടിൽ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആൾക്കാരുടെ പേരുകൾ നമുക്ക് വരണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അർച്ചന എന്നെ എടുക്കാം. അർച്ചന എടുത്തിട്ട് ഇപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് മോഡൊന്ന് മാറ്റുകയാണ്, വാക്ക് ഇൻ മോഡിലോട്ട് ആക്കുകയാണ്. അപ്പോൾ വന്നിട്ട് ഈ പേരും നമുക്ക് മലയാളത്തിൽ ചെയ്യാം. മലയാളം കീബോർഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഡെമോ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇംഗ്ലീഷ് ഇട്ടേക്കുന്നത്. ഇപ്പം ഞാൻ ഈ അർച്ചന തന്നെ ഡിഫറെൻ്റ് ആൾക്കാരാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വന്നിട്ട് നമ്മൾ ചെയ്യുന്നതാണെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ചില വഴിപാട് ഇപ്പോൾ അർച്ചന ഇപ്പോൾ 3 സെയിം 3 ഇൻഡിവിജ്വൽ റേറ്റ് ആണ്. ഇപ്പോൾ ചില ഇതുണ്ട് ഐക്യമത്യ പൂജ, അപ്പോൾ അതിനൊക്കെ നമുക്ക് ഒറ്റ കോസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് അതായത് ഒറ്റ കോസ്റ്റ് വഴിപാടിന് ഇപ്പോൾ എക്സാമ്പിൾ 1000 റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ 1000 റുപ്പീസിന് അകത്ത് തന്നെ മൾട്ടിപ്പിൾ ആൾക്കാരെ ഉൾപ്പെടുത്തണമെങ്കിൽ നമുക്ക് അതിന് ശേഷം ആഡ് ചെയ്യുന്ന ആൾക്കാരുടെ ക്വാണ്ടിറ്റി മാത്രം ജസ്റ്റ് 0 ആക്കി കൊടുക്കുക. 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു എമൗണ്ട് മാത്രമായിരിക്കും വരിക. എന്നാൽ ആൾക്കാരുടെ പേരുകളെല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇതിനകത്ത് വീക്ക്ലി പൂജ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വീക്ക്ലി പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ
വന്നിട്ട് ഒരാൾ വന്നിട്ട് എനിക്ക് എല്ലാ ചൊവ്വാഴ്ച ഒരു 4 ചൊവ്വാഴ്ച അടുപ്പിച്ച് പൂജ ബുക്ക് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് കലണ്ടറിൽ ആദ്യത്തെ ചൊവ്വാഴ്ച സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ബുധനാഴ്ച, ഏത് ദിവസം ആയിക്കോട്ടെ. ഇപ്പോൾ ഞാൻ ചൊവ്വാഴ്ചയാണ് സെലക്ട് ചെയ്തത്. ഇപ്പോൾ ആളുടെ പേര് കൊടുക്കുകയാണ്, സ്റ്റാർ കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഓൾറെഡി ഇത് വോക്ക് ഇൻ മോഡല്ല, ജസ്റ്റ് വോക്ക് ഇൻ മോഡ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് പേര് നക്ഷത്രം അടിക്കേണ്ടത്. റെഗുലർ മോഡാണെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ എത്ര വീക്ക് വേണമെന്നുള്ള ഇവിടെ കൊടുക്കുക, 4 ആണെങ്കിൽ 4 എന്ന് കൊടുക്കുക, എന്താണ് നമ്മുടെ ഓഫറിംഗ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡേറ്റുകൾ അവിടെ വന്നോളും. അത് നമുക്ക് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. ഈ പ്രിൻറ്റ് പ്രിവ്യൂവിൽ നമുക്ക് എല്ലാ ഡേറ്റുകളും 4/2, 11/2, 12/2 അതെല്ലാ ഡേറ്റുകളും അവിടെ തന്നെ അത് അവൈലബിൾ ആണ്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ടിൻ്റെ പാർട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ തന്നെ ലെഫ്റ്റ് സൈഡുള്ള ഈ മെനൂസിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ നമുക്ക് വഴിപാട് റിപ്പോർട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ബിൽഡ് ഡേറ്റ് വൈസ് റിപ്പോർട്ടുണ്ട്, വഴിപാട് ദിവസ റിപ്പോർട്ടുണ്ട്, ബിൽഡ് ഡേറ്റ് വൈസ് റിപ്പോർട്ട്, ബിൽഡ് ഡേറ്റ് വൈസ്, വഴിപാട് ദിവസ റിപ്പോർട്ട്. അപ്പോൾ ഈ ബിൽഡ് ഡേറ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇന്ന് നമ്മൾ ബില്ല് ചെയ്തേക്കുന്ന ഓവറോൾ ഇൻഫർമേഷൻ ഓരോ ബില്ലുകൾ അവിടെ കാണും, എത്ര ബിൽ എമൗണ്ട് പെയ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് കാണിക്കും. പിന്നെ ഇവിടെ തന്നെ അതിൻ്റെ ഓരോ സീരിയൽ നമ്പറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എഡിറ്റ് ബട്ടൺ അവൈലബിൾ ആണ്. ഇവിടെ നിന്ന് ബില്ല് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രിൻറ്റ് പ്രിവ്യൂലോട്ട് ഡയറക്റ്റായിട്ട് ഇവിടെ നിന്ന് തന്നെ പോകും. അതുപോലെയാണ് ഇതിനകത്ത് വഴിപാട് ദിവസ റിപ്പോർട്ട്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് വേറെ ദിവസത്തേക്ക് പൂജ ബുക്ക് ചെയ്യാണ്. ഇപ്പം നാളത്തേക്ക് ഒരാൾ വഴിപാട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് എടുക്കാം. ഇപ്പോൾ ഇതിപ്പോൾ ഇന്നത്തെ ഡേറ്റാണ്, ഇന്നത്തെ ബുക്കിംഗ് ആണ് ഈ കാണിച്ചേക്കുന്നത്. അത് ബില്ല് ചെയ്തല്ല, വഴിപാട് ബുക്ക് ചെയ്തേക്കുന്നതിന് ബേസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഇപ്പോൾ നാളത്തെ ഒരു ദിവസത്തെ ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ഫിൽറ്റർ ചെയ്യുകയാണെങ്കിൽ നാളെ ഏതൊക്കെ വഴിപാടുണ്ടെന്നായിരിക്കും ഇവിടെ കാണിക്കുക. അല്ലെങ്കിൽ ബിറ്റ്വീൻ ഡേറ്റ്സ് കൊടുക്കാം. നമുക്ക് ഈ മാസം 5-ാം തീയതി മുതൽ ഈ മാസം 15-ാം തീയതി വരെ ആരൊക്കെ ബുക്കിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഫൈൻഡ് ചെയ്യാം. ഇവിടെ തന്നെ റിപ്പോർട്ടും കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് ഒരു ഒറ്റ ഫയലായിട്ട് നമുക്ക് ഒറ്റ റിപ്പോർട്ടായിട്ട് വേണമെങ്കിൽ ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്യാം. അതല്ല ഇൻഡിവിജ്വൽ ബില്ലായിട്ട് വേണമെങ്കിൽ നമുക്കത് പ്രിൻറ്റ് ചെയ്യാൻ കഴിയും. ചില ആൾക്കാർ ഇപ്പോൾ നക്ഷത്ര പൂജയൊക്കെ ചെയ്യുമ്പോൾ മൊത്തത്തിൽ ഒരു 12 വട്ടത്തേക്കായിരിക്കും 1000 രൂപ അടയ്ക്കുന്നത്. ആ 1000 രൂപ ബില്ല് എപ്പോഴും ഒരുമിച്ച് പ്രിൻറ്റ് ചെയ്യേണ്ട. നമുക്ക് ഇൻഡിവിജ്വൽ ഓരോ ഡേറ്റ് അനുസരിച്ച് അന്നത്തെ ദിവസം മാത്രം വേണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യാം. ഇങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓരോ ട്രാൻസാക്ഷനും നമുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള പ്രൊവിഷനും ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഇതിനകത്ത് എല്ലാ ഫിൽറ്ററും അവൈലബിൾ ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ഒരു പ്രതിഷ്ഠ സെലക്ട് ചെയ്യണമെങ്കിൽ അത് വെച്ച് ഫിൽറ്റർ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫറിങ്ങിൻ്റെ മാത്രമാണെങ്കിൽ അത് ഫിൽറ്റർ ചെയ്യാനുള്ള പ്രൊവിഷൻ ഇവിടെ അവൈലബിൾ ആണ്. ദെൻ നമുക്ക് ഇതിനകത്ത് ഒരു വഴിപാട് സമ്മറി റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഇട്ടിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ഇന്നത്തെ ദിവസത്തെ റിപ്പോർട്ടാണ്. ഡേറ്റ് നോക്കി കഴിഞ്ഞാൽ ഡിഫോൾട്ട് ഇന്നത്തെ ദിവസമാണ് വരുന്നത്. എള്ളുതിരി മേലേക്കാവിൽ അർച്ചന ഇന്നിപ്പോൾ പോയേക്കുന്ന എള്ളുതിരി ഒരു ക്വാണ്ടിറ്റി, മേലേക്കാവ് 21 ക്വാണ്ടിറ്റി അത് പോയേക്കുന്നത് ഇന്ന് ബില്ല് ചെയ്തതിനെ ബേസ് ചെയ്തിട്ടുള്ള. ഇപ്പോൾ ഇതൊരു മന്ത് വൈസ് നമുക്ക് റിപ്പോർട്ട് നമുക്ക് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇപ്പോൾ ജാനുവരി എടുത്തിട്ട് ഫിൽറ്റർ കൊടുക്കുകയാണെങ്കിൽ ജാനുവരി മാസം നമ്മൾ ചെയ്തേക്കുന്ന ഓവറോൾ ഓരോ വഴിപാട് എത്ര ക്വാണ്ടിറ്റി എത്ര രൂപയ്ക്ക് പോയി എന്നുള്ളത് ഇത് നമുക്ക് പർട്ടിക്കുലർ വഴിപാടിൻ്റെ വേണമെങ്കിൽ മാത്രം നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ള പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കലണ്ടർ പൂജ, അതായത് ചില ആൾക്കാർ വന്നിട്ട് നമുക്ക് ചിലപ്പോൾ നക്ഷത്രങ്ങളോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് ചിലപ്പോൾ അറിയില്ല, ജന്മനക്ഷത്രം അങ്ങനെയൊക്കെയുള്ള കാര്യം ചിലപ്പോൾ നമുക്ക് അറിയണമെന്നില്ല. അതിന് കലണ്ടർ പൂജ എടുക്കാം. ഇപ്പോൾ ചിലപ്പോൾ ഡെയിലി പൂജ ഇപ്പോൾ നിത്യപൂജ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ അതായത് ഈ അമ്പലങ്ങളിൽ ആ പൂജ ഒരു ദിവസം ഒരാൾക്കേ ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി ചെയ്യാം. ഇപ്പോൾ നമുക്കിവിടെ നിത്യപൂജ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് ഫിൽറ്റർ കൊടുക്കുകയാണെങ്കിൽ ഈ മാസം നിത്യപൂജ ആരും ബുക്ക് ചെയ്തിട്ടില്ല, അപ്പോൾ ഇത്രയും സ്ലോട്ട് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. ഇപ്പോൾ 2-ാം തീയതി കൊടുക്കാം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഡെവോട്ടി സെലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയോ ചെയ്യാം. ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്ക് സ്റ്റാർസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വേണം അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഡെവോട്ടി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഇവിടെ നിന്ന് ആഡ് ചെയ്ത് ഇവിടെ നിന്ന് നമുക്ക് സേവ് കൊടുത്ത് ഈ ഒരു കലണ്ടറിൽ തന്നെ നമുക്കത് പ്രിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാനത് പ്രിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഞാനിപ്പോൾ കലണ്ടർ എടുക്കുമ്പോൾ നിത്യപൂജ ഈ മാസം ബുക്ക്ഡ് ആണ്. അപ്പോൾ വേറെ ആൾ വന്ന് ബുക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇത് അവൈലബിൾ ആയിരിക്കില്ല. ഇപ്പോൾ പച്ച ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബുക്ക്ഡ് എന്നാണ്. വേറെ ആൾ വന്ന് നോക്കുന്ന സമയത്ത് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ നമുക്ക് അടുത്ത ദിവസമേ ബുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ കലണ്ടറിൽ നമുക്ക് ആ നക്ഷത്രം കാര്യങ്ങളെല്ലാം അവിടെ റിപ്പീറ്റഡായി കാണിക്കും. അപ്പോൾ നമുക്ക് അടുത്ത മാസത്തെയോ അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാനുള്ള പ്രൊവിഷൻ അതിനകത്തുണ്ട്. അങ്ങനെ നമുക്ക് കലണ്ടറിൻ്റെ ഒരു വ്യൂവിൽ നമുക്ക് പൂജാസും കാര്യങ്ങളും ബുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ വിശേഷ ദിവസങ്ങളെന്ന് പറഞ്ഞൊരു സാധനം ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അമ്പലത്തിൻ്റെ വിശേഷ ദിവസങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിന് മാസ്റ്ററിനകത്ത് ഈവൻറ്റ്സ് എന്ന് പറയുന്നൊരു പ്രൊവിഷൻ ഇട്ടിട്ടുണ്ട്. അതുവഴി നമുക്ക് നമ്മുടെ വിശേഷ ദിവസങ്ങളൊക്കെ ആഡ് ചെയ്ത് ഇവിടെ ഇട്ടേക്കാം. അതിനനുസരിച്ച് കലണ്ടർ വ്യൂവിൽ അത് ലിസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിനായിട്ട് വരുന്നത് ഡേ ബുക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്.
അമ്പലത്തിൻ്റെ ഇപ്പോൾ രസീത് വഴിയുള്ള വരുമാനം അല്ലെങ്കിൽ പർച്ചേസോ അല്ലാണ്ട് വേറെ എന്തെങ്കിലും എക്സ്പെൻസോ കാര്യങ്ങളോ രസീത് വഴിയുള്ള വരുമാനം നമുക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും വരുമാനം ഉണ്ടാവും, അതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻസുകൾ ഉണ്ടാവും, സാലറി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡേ ബുക്ക് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഇട്ടിട്ടുണ്ട്. ഈ ഡേ ബുക്ക് മാസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഇവിടുത്തെ ഹെഡും സബ് ഹെഡ്സും ക്രിയേറ്റ് ചെയ്യാം, അക്കൗണ്ടിങ്ങിൻ്റെ ഹെഡും അക്കൗണ്ടിങ്ങിൻ്റെ സബ് ഹെഡ്സും ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡേ ബുക്ക് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് ആ ഒരു എക്സ്പെൻസ്, ഇന്നത്തെ ദിവസം എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാം. ഇവിടെ ഔട്ട് വേർഡ് ആണ് കിടക്കുന്നത്. അതിൽ കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. സാലറി എന്ന് പറഞ്ഞ കാറ്റഗറി ആണെങ്കിൽ അതിനകത്തുള്ള ആളുടെ നെയിമോ അല്ലെങ്കിൽ അവരുടെ ഡെസിഗ്നേഷനോ നമുക്ക് കൊടുത്ത് നരേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം പെയ്ഡ്, ഇപ്പോൾ എമൗണ്ട് എന്തെങ്കിലും പെയ്ഡ് ആണെങ്കിൽ അത് നമുക്ക് ജസ്റ്റ് എൻ്റർ ചെയ്യാം. ഇപ്പോൾ അതിന് സപ്പോർട്ടീവായിട്ട് എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ചില അമ്പലങ്ങളിൽ അങ്ങനെ ചിലപ്പോൾ ഫിസിക്കലി അവർ വൗച്ചർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആ വൗച്ചർ ഇവിടെ സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഇട്ടേക്കുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ സേവ് ഓപ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസാക്ഷൻ ഇവിടെ ഓട്ടോമാറ്റിക്കലി ഇവിടെ സേവ് ആയിട്ടുണ്ട്, 1000 റുപ്പീസ്. ഇത് ഇവിടെ നിന്ന് തന്നെ ഒരു വൗച്ചർ പോലെ പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷനും ഇട്ടിട്ടുണ്ട്. അത് എല്ലാ അമ്പലങ്ങളിലും ഉപയോഗിക്കില്ല, കാരണം അവർ ഫിസിക്കലി ചില വൗച്ചേഴ്സ് ബുക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാനുള്ള ഒരു ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ നമുക്ക് വരുന്ന ഇതിൻ്റെ ഓവറോൾ റിപ്പോർട്ടാണ്. ഇതിനകത്ത് തന്നെ നമുക്ക് ഡേ ബുക്കിൻ്റെ തന്നെ റിപ്പോർട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓരോ കാറ്റഗറി ബേസ്, ഇതിപ്പോൾ ഇന്നത്തെ ട്രാൻസാക്ഷനാണ്. ഇവിടെ മന്ത് ബേസോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഈ വ്യൂ കാണിക്കുന്നത് സപ്പോർട്ടീവ് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റാണ്. ഇവിടെ ഒരു കാറ്റഗറി, പർട്ടിക്കുലർ കാറ്റഗറിയുടെ നമുക്ക് ചെയ്യാം. അതിൻ്റെ ഇൻകം ഇൻവേർഡ് ഔട്ട്വേർഡും ഓൾ ആയിട്ടും കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു വരവ് ചിലവ് നമുക്ക് വേണമെങ്കിൽ അക്കൗണ്ട് സമ്മറിയിൽ നമുക്ക് ഇവിടെ ജനറേറ്റ് ചെയ്യാം. ഇത് ഇന്നത്തെ ട്രാൻസാക്ഷനാണ്, ഇന്ന് വഴിപാട് റെസിപ്റ്റ് വഴി വന്ന ഇൻകം. ഓവറോൾ മെയിൻ ഹെഡ് വഴി നമുക്കിവിടെ ജനറേറ്റ് ചെയ്തിരിക്കുന്ന ഇൻകവും എക്സ്പെൻസും നമുക്കിവിടെ കാണാം. അത് ഫ്രം ഡേറ്റ് നമുക്കൊരു മാസമോ ഒരു ഇയറോ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് വഴിപാട് റിപ്പോർട്ട്സിനകത്ത് ഒരു ഡേ ക്ലോസ് റിപ്പോർട്ട് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡേ ക്ലോസ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് കാണുന്ന വ്യൂവിൽ ജസ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രമാണ് കാണുന്നത്. ഇവിടെ ഒരു എക്സൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ എക്സൽ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇന്നത്തെ രസീതിൻ്റെ, അതായത് നമ്മുടെ വഴിപാട് റെസിപ്റ്റിൻ്റെ ഡീറ്റെയിൽസും, അത് കാർഡ് വഴിയാണോ ക്യാഷ് വഴിയാണോ അങ്ങനെയുള്ള ഒരു സമ്മറി കിട്ടും. അതുപോലെ തന്നെ ഓവറോൾ സമ്മറി കിട്ടും. വഴിപാട് റെസിപ്റ്റ് വഴി ഇത്ര വന്നു, റെസിപ്റ്റ് കുടിശ്ശിക വഴി ഇത്ര വന്നു, അപ്പോൾ അതുപോലെ സാലറി വഴി ഇത്ര വന്നു, ടോട്ടൽ അങ്ങനെയുള്ള ഇൻഫർമേഷൻസും നമുക്ക് ഈ എക്സൽ വഴി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയും. അതുപോലെ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കേസ്, വഴിപാട് റെസിപ്റ്റിൽ നമുക്ക് ക്രെഡിറ്റിൻ്റെ ഒരു ഓപ്ഷൻ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്രെഡിറ്റ് ചെയ്ത് നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ക്രെഡിറ്റ് ആയിട്ട് പോകും. അപ്പോൾ ക്രെഡിറ്റ് ചെയ്ത ട്രാൻസാക്ഷൻസിൻ്റെ പേയ്മെൻറ്റ് പിന്നീടായിരിക്കും ചിലപ്പോൾ തരുന്നത്, ഈ ആൾക്കാർ കൊണ്ട് തരുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഇതിനകത്ത് റെസിപ്റ്റ് കുടിശ്ശിക എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡെവോട്ടീസ്, ഇപ്പോൾ ഫോൺ നമ്പർ വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം വേണമെങ്കിൽ, അപ്പോൾ അതിനകത്ത് എടുക്കാം. അപ്പോൾ ഈ ഡെവോട്ടി തരാനുള്ള ടോട്ടൽ എമൗണ്ടാണ് ഇവിടെ കാണിക്കുന്നത്, കുടിശ്ശിക എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. അത് ഏതൊക്കെ ബില്ലിന് എഗെയിൻസ്റ്റ് ആണെന്നാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ പുള്ളിക്ക് പോയിരിക്കുന്ന ബില്ല് 101 രൂപയുടെ 58ാമത്തെ ബിൽ നമ്പർ, അതിൽ 101 നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്, 101 കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 500 എന്ന് പറയുന്ന ബില്ല് എമൗണ്ടിൽ 299 കിട്ടിയിരിക്കുന്നത്, ബാലൻസ് 202 ഉണ്ട്. അപ്പോൾ ഇവിടെ 202 കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ബില്ല് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഈ സെയിം എമൗണ്ട് കൊടുക്കാം, ചിലപ്പോൾ കുറച്ച് എമൗണ്ട് ആയിരിക്കും തരിക. അത് നമുക്കിവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെവോട്ടിന് എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അത് റിഫ്ലക്റ്റ് ആവും. ഇവിടെ നമുക്ക് ആ പ്രിൻറ്റ് ചെയ്തേക്കുന്ന ബില്ല് ഇവിടെ നിന്ന് ജസ്റ്റ് വേണമെങ്കിൽ ഒന്നുകൂടെ ഒരു ട്രാൻസാക്ഷൻ ബില്ല് പോലെ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്യാം, റിസീവ്ഡ് പ്രിൻറ്റ്. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് റിസീവ്ഡ് എമൗണ്ട് ഇതാണ്, അത് ഏത് ബില്ലിന് എഗെയിൻസ്റ്റ് ആണെന്നുള്ള ഇൻഫർമേഷൻസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബേസ് പാക്കേജിൽ വരുന്നത്. ബേസ് പാക്കേജിൽ നമുക്ക് അതുപോലെ തന്നെ കോൺടാക്ട്സ് മൊഡ്യൂളുണ്ട്, സപ്ലൈ ഡെവോട്ടി, ഇതിൻ്റെയൊക്കെ മാസ്റ്റർ പേജ് കാര്യങ്ങളുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേറ്റ് നടത്തിയത്.